ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന ക്ഷേത്രത്തിൽ ഞാനീ പറയുന്ന ഒരു വസ്തു ഞാനീ പറയുന്ന ഒരു ദിവസം സമർപ്പിച്ചു നോക്ക്, നിങ്ങളെ ദേവി ലക്ഷപ്രഭുവാക്കും. യാതൊരു സംശയം വേണ്ട. വിശ്വാസത്തോടെ സമർപ്പിച്ച ചെറിയൊരു കാര്യമാണ്, ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്, ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യമാണ്. ചെയ്തു നോക്കുക. ഇത് ഞാൻ പറയാൻ കാര്യം, ഞാൻ ഇപ്പം എവിടെ പോയാലും, ഇപ്പം ചിലപ്പോൾ ചായ കുടിക്കാൻ പോകും, അല്ലെ എവിടെ പോയാലും അവിടെ ഒക്കെ നമ്മുടെ വീഡിയോ കാണുന്ന പലരും കാണും. അപ്പം അവരൊക്കെ എന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു കൊടുക്കും. നല്ല കാര്യം, അത് ഈശ്വരനെ സമർപ്പിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് ഒന്നിനും വേണ്ടിയല്ല, ഫീസും ഒന്നും മേടിക്കത്തില്ല. അത് ആ ദൈവത്തെ സമർപ്പിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ആ ഒരാൾക്കൊരു ഗുണം ഉണ്ടാകട്ടെ, ഈശ്വരനെ അറിയട്ടെ, അതൊരു ജീവിതത്തിൽ നന്മ ഉണ്ടാകട്ടെ. ഞാനല്ല ഈശ്വരനെ പറഞ്ഞു കൊടുക്കുന്നത്, ആ ഒരു ചിന്തയിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനിന്നിപ്പം ഒരു കടയെ വെച്ച് എൻ്റെ ഒരു കസ്റ്റമറെ കണ്ടപ്പം ഞാൻ പല കാര്യങ്ങളും പറഞ്ഞത് അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളുണ്ടായി, തൊഴിലിൽ വലിയ ഉയർച്ചയുണ്ടായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ പല കാര്യങ്ങളും പറഞ്ഞ് അദ്ദേഹത്തിന് ഒരുപാട് ഗുണപ്പെട്ടു, തൊഴിലിൽ നല്ല മാറ്റം ഉണ്ടായി, വലിയ ഉയർച്ച ഉണ്ടായപ്പം അതിലൊരു കാര്യമാണ് ഈ പറഞ്ഞുതരാൻ പോകുന്നത്. അങ്ങനെയുള്ള അനുഭവമുള്ള നല്ല കാര്യങ്ങൾ ഞാൻ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും ഞാൻ ഈ പറയുന്ന ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ലളിതമായ ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യം, ഒരു വസ്തു സമർപ്പിക്കുക. മാസത്തിൽ ഞാൻ പറയുന്ന ദിവസം ഒരു ദിവസം ചെയ്താൽ മതി. അങ്ങനെ മാസത്തിൽ ഒരു ദിവസം വീതം ആവർത്തിക്കുക നല്ലതാണ്. എത്ര തകർന്നവരെയും എല്ലാം നഷ്ടപ്പെട്ടവരെയും ദേവി ലക്ഷപ്രഭുക്കളാക്കും എന്നുള്ളതാണ്. അപ്പം ഞാനത് വളരെ സന്തോഷത്തോടെ നിങ്ങൾക്കെല്ലാം അത് പ്രയോജനപ്പെടട്ടെ എന്ന് ഉള്ള പ്രാർത്ഥനയിലാണ് പറഞ്ഞു തരുന്നത്. കാരണം അത് ചെയ്തവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട്, നല്ല രീതിയിൽ തൊഴിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു കാര്യമാണ്, ഏതൊരു സാധാരണക്കാരനും ചെയ്യാം. ഇനിയും ഞാൻ ചില ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പം ചിലപ്പോൾ നമ്മളെ അറിയാവുന്നവരൊക്കെ അവിടെ കാണും. അവർ ഞാനിപ്പോൾ അവിടെ വെച്ച് നമുക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് തൊഴുതിട്ട് വീട്ടിൽ പോരും. അപ്പം അങ്ങനെ ഉള്ളവർ വാട്സപ്പിൽ ഇടുക, എന്നിട്ട് എന്നോട് പറയുക, ഇന്ന ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഞങ്ങൾ കണ്ടായിരുന്നു, പക്ഷെ ഒന്നും പറഞ്ഞു തരാൻ പറ്റിയില്ല. അപ്പോൾ വാട്സപ്പിൽ ഇട്ടാൽ എനിക്കറിയാം നല്ല കാര്യം പറഞ്ഞു തരും. അതിന് ബേസൊന്നുമില്ല. ഞാൻ എപ്പോൾ എവിടെ വെച്ച് ആരെ കണ്ട് എന്ത് പറഞ്ഞാലും അതിനൊന്നും ബേസൊന്നും ഞാൻ മേടിക്കാറില്ല. ആ ബേസ് തരുന്നവരോട് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ചെയ്യുക. കാരണം ഞാൻ ചില ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ദൂരെ നിന്ന് വന്നവരൊക്കെ കാണും ആ ക്ഷേത്രങ്ങളിൽ. അപ്പം നമുക്ക് അവിടെ വെച്ച് തൊഴുതിട്ട് പോരുക എന്നുള്ളേ ഉള്ളൂ. നമുക്കൊന്നും പറഞ്ഞു കൊടുക്കാനും ഒന്നും പറ്റത്തില്ല, സമയമില്ല, സാഹചര്യം അവിടെ പറ്റത്തുമില്ല. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ വാട്സപ്പിൽ ഇട്ടാൽ മതി. നിങ്ങളപ്പം പറയണം, ഇന്ന ക്ഷേത്രത്തിൽ വന്നപ്പോൾ എന്നെ കണ്ടായിരുന്നു, ഒന്നും പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഉറപ്പായിട്ടും എനിക്കറിയാവുന്ന എല്ലാവരും പറഞ്ഞു തരും കേട്ടോ. അത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം അറിയണമെന്നുണ്ട്, നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കും ചുരുക്കി ചെറിയൊരു വോയിസായിട്ട് ഒരു കാര്യം ചോദിക്കുക വാട്സാപ്പിൽ. ചുരുക്കി വേണം വോയിസായിട്ട്. എനിക്കറിയാവുന്ന, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട എനിക്കറിയാവുന്ന നല്ല കാര്യമാണ് പറഞ്ഞു തരും. അതിന് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം പിന്നെ വിശകലനം ചെയ്യേണ്ടവർ, ഹസ്തരേഖ, സംഖ്യ, ജ്യോതിഷം, ഗ്രഹനില, ഇതൊക്കെ വിശകലനം ചെയ്യേണ്ടവരാണെങ്കിൽ അതിനൊരു നിശ്ചിത ഫീസുണ്ട്. അത് ആവശ്യമുള്ളവർ ചെയ്യുക. അതെങ്ങനെ ചെയ്യുന്ന രീതി ഞാൻ പറയാം. ഞാൻ നല്ല കാര്യം മാത്രമേ പറയത്തുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ട്. നമ്മൾ അതോടൊപ്പം വഴിപാട് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. ലളിതമായ കാര്യം പറയത്തുള്ളൂ ക്ഷേത്രത്തിലേക്കുള്ള. അതോടൊപ്പം നമ്മൾ പ്രയത്നിക്കേണ്ടി വരും. അതൊക്കെ ഞാൻ പറയും. അത് കേട്ടിട്ട് ആവശ്യമുണ്ട്, ചെയ്യാതിരിക്കാം. അപ്പോൾ ഇതാണ് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇനി വിശദമായിട്ട് വീഡിയോയിലേക്ക് വരാം. അതിനുമുമ്പ് ഒരു കാര്യം പറയുകയാണ്, നേരിട്ട് കൺസൾട്ടിങ് അല്ല, വാട്സപ്പ് വഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. ചെയ്യുന്ന രീതി പറയും. നല്ല കാര്യം മാത്രമേ പറയത്തുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാതിരിക്കാം. ക്ഷേത്രത്തിലേക്കുള്ള ലളിതമായ വഴിപാടുകളും ഒക്കെ പറയത്തുള്ളൂ. പിന്നെ നമ്മുടെ പ്രയത്നവും കൂടെ വേണം. അതൊക്കെ ഞാൻ രീതി പറയും. കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാതിരിക്കാം. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, നേരിട്ട് വന്നാലും കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം അത് വാട്സപ്പിലെ വർക്ക് സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം സാഹചര്യം മനസ്സിലാക്കുക. ഞാൻ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ എഴുതി വെച്ചിട്ട് ഫ്രീ ആകുന്നതനുസരിച്ച് മുൻഗണനാക്രമത്തിൽ വർക്ക് എടുക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ വാട്സപ്പിൽ വിശകലനം ചെയ്യാൻ താല്പര്യമുണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാനത് ആ ബുക്കിങ്ങിൽ എഴുതി വെക്കും. എന്നിട്ട് ഫ്രീ ആകുമ്പം അതെ ധൃതി വെക്കരുത്. ഫ്രീ ആകുന്നതനുസരിച്ച് മുൻഗണനാക്രമത്തിൽ റിപ്ലൈ ചെയ്യും. അപ്പോൾ വേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്തൊക്കെ പറഞ്ഞുതരും. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി വീഡിയോയിലേക്ക് വരികയാണ്. എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം.
ഞാൻ ഈ പറയുന്ന ഒരു ക്ഷേത്രത്തിൽ ശ്രദ്ധിച്ചു കേട്ടോണം, ചെറിയ ഒരു കാര്യം ഞാൻ ഈ പറയുന്ന ഒരു ദിവസം ഒന്ന് സമർപ്പിച്ചു നോക്കുക. നിങ്ങൾ എത്ര ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണേലും, എത്ര തൊഴിൽ നഷ്ടപ്പെട്ടവരാണേലും, ഭൂമി വീട് ഒന്നും ഇല്ലാത്തവരാണേലും, എല്ലാം കടമാണേലും അമ്മ നിങ്ങളെ രക്ഷപ്പെടുത്തും. നിങ്ങൾക്ക് ലക്ഷങ്ങൾ തരും എന്ന് കരുതി ഇന്ന് ചെയ്ത നാളെ ഫലം കിട്ടുമെന്നല്ല. ഇത് അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വിളി അമ്മയെ ചെല്ലണം. അതോടൊപ്പം നിങ്ങൾ പരിശ്രമിക്കുകയും കൂടെ വേണം. അപ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത്. അങ്ങനെ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ കുടുംബദേവതാ ക്ഷേത്രം, ഇനി കുടുംബദേവതാ ക്ഷേത്രം അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രം, നിങ്ങളുടെ ഇനി ഭദ്രകാളി ക്ഷേത്രമില്ല ദേവീക്ഷേത്രം ആണെങ്കിലും മതി, നിങ്ങളുടെ വീടിന് ഏറ്റവും അടുത്തുള്ള പൂജയുള്ള ദേവീക്ഷേത്രം അല്ലെ ഭദ്രകാളി ക്ഷേത്രം. കുടുംബക്ഷേത്രം അറിയാത്തവർക്ക്, കുടുംബക്ഷേത്രം അറിയാവുന്നവരാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ ചെയ്യണം. നിങ്ങൾ മലയാള മാസം അവസാനത്തെ ഞായറാഴ്ച, ആ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. എല്ലാ മലയാള മാസവും ചെയ്യാം. മലയാള മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച ഒരു 1/2 കിലോ ശർക്കര നിങ്ങൾ ദേവിക്ക് പ്രാർത്ഥിച്ച് നടയെ വെക്കുക. അമ്മേ, എനിക്ക് സമ്പത്ത് നൽകണേ, തൊഴിൽ നൽകണേ, എന്നെ രക്ഷപ്പെടുത്തണേ. നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കണം മനസ്സുകൊണ്ട്. അത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളെല്ലാം മറക്കണം. എങ്കിൽ മാത്രമേ ആ മുഴുവൻ മനസ്സും ദേവി ചെല്ലത്തുള്ളൂ. അല്ലെ പാതി മനസ്സേ ചെല്ലത്തുള്ളൂ. പാതി മനസ്സ് ചെന്ന് കഴിഞ്ഞാൽ അത് ഫലം കിട്ടാൻ സമയമെടുക്കും. അപ്പം നമ്മൾ അതിനു മുമ്പ് എല്ലാം കഴിഞ്ഞ കാലമെല്ലാം മറന്നിട്ട് ദേവി മനസ്സ് പൂർണ്ണമായിട്ടും ദേവിയെ മനസ്സ് സമർപ്പിച്ച് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കി വെക്കുക. അത് അമ്പലത്തിലെടുത്തോളും. അവരെ ഇന്നല്ല നാളെ ആണെങ്കിലും നിവേദ്യത്തിനെടുത്തോളും. നമ്മൾ 1/2 കിലോ ശർക്കര വെക്കുക. നല്ല ശർക്കര ആയിരിക്കണം കേട്ടോ. ഇത് മലയാള മാസം ആദ്യത്തെ ആദ്യത്തെ അല്ല കേട്ടോ, ഒന്നുകൂടെ വ്യക്തമാക്കാം. ആദ്യത്തെ അല്ല, മലയാള മാസം അവസാനത്തെ ഞായറാഴ്ച രാവിലെയോ വൈകിട്ടോ ചെയ്യാം. ഒന്നുകിൽ നിങ്ങളുടെ കുടുംബദേവതാ ക്ഷേത്രത്തിൽ ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലോ ദേവീ ക്ഷേത്രത്തിലോ ചെയ്യുക. മലയാള മാസം അവസാനത്തെ ഞായറാഴ്ച രാവിലെയോ വൈകിട്ടോ ചെയ്യുക. ഇത് മാസത്തിൽ 1 വീതം ആവർത്തിക്കുക. ഇത് ചെയ്തവരെല്ലാം ദേവി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇഷ്ടംപോലെ പലർക്കും തൊഴിലില്ലേലും ഇത് ചെയ്യുന്നവർക്ക് ധാരാളം വർക്ക്. അങ്ങനെ വർക്കുള്ള ഒരു വ്യക്തിയെ കണ്ട് സംസാരിച്ചിട്ട് ഇപ്പം വരുന്നത്. എൻ്റെ തന്നെ വീഡിയോ കണ്ട് ഞാൻ തന്നെ നോക്കി കൊടുക്കുന്ന എൻ്റെ ഫോളോവറാണ്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്ത് അദ്ദേഹത്തിന് നല്ല വർക്ക് ഉണ്ട്. ആർക്ക് വർക്കില്ലെങ്കിൽ ഇത് ചെയ്യുന്നവർക്ക് സാമ്പത്തികം ഉണ്ടാവും. വീടൊക്കെ വെച്ചു, വലിയ സന്തോഷം. അപ്പം ഞാൻ പറഞ്ഞു, വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം ഒന്നുകൂടി. അപ്പോൾ എല്ലാവർക്കും പ്രയോജനം ചെയ്യുമല്ലോ. അങ്ങനെയാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? അപ്പം ഇത് നിങ്ങൾ എല്ലാ മാസവും ചെയ്യുക. ഇതിൻ്റെ ഒരു മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഒരു ഗുണങ്ങൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണ് തള്ളിപ്പോവും. അതുപോലെ ഫലങ്ങളാണ് ഇതിൻ്റെ. അത് മുഴുവൻ കേൾക്കണമെന്ന് പറഞ്ഞു. അതായത് നമുക്ക് ഈ നിരന്തരമായിട്ട് തടസ്സങ്ങൾ വരിക ജീവിതത്തിൽ, അത് മാറിക്കിട്ടും. പ്രതിസന്ധികൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുക, അത് മാറിക്കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും എടുത്തുചാട്ടം, ദേഷ്യം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത്തരം സ്വഭാവങ്ങളൊക്കെ മാറും. ഏത് കാര്യത്തിൽ നമുക്ക് പരാജയമാണെങ്കിൽ ആ പരാജയങ്ങൾ മാറും. കുടുംബത്തിൽ എപ്പോഴും കലഹം, വഴക്കൊക്കെ ആണെങ്കിൽ അത് മാറിക്കിട്ടും. അതുപോലെ തർക്കം, കേസ്, വഴക്കുകൾ, അതുവഴി ധനനഷ്ടം, ഇതെല്ലാം മാറിക്കിട്ടും എന്നുള്ളതാണ്. അതുപോലെ സന്താനങ്ങളെ കൊണ്ട് പ്രശ്നം. ചിലർക്ക് സന്താനങ്ങൾ ഇല്ലായിരിക്കും, ചിലർക്ക് സന്താനങ്ങൾ ഉണ്ടായാലും അവർക്ക് ഉയർച്ച കാണത്തില്ല, ചിലർക്ക് സന്താനങ്ങൾ ഉണ്ടായാലും അവരെപ്പോഴും ഈ തെറ്റായ കൂട്ടുകെട്ടുകളെ വഴക്കളിലൊക്കെ പോകുന്നതായിരിക്കാം. അങ്ങനെ പലർക്കും പല രീതിയാണല്ലോ. അപ്പൊ സന്താനങ്ങളെ കൊണ്ടുള്ള ഏതു തരം പ്രശ്നങ്ങളും മാറിക്കിട്ടും എന്നുള്ളതാണ്. അതായത് സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും, അത്ര തന്നെ. വിവാഹം നടക്കാത്തവർക്ക് വിവാഹ തടസ്സം മാറും. അതുപോലെ തന്നെ കുട്ടികൾക്ക് അവർക്ക് നല്ല ഉയർച്ച ഉണ്ടാകും. അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ ഉയർച്ച ഒക്കെ ഉണ്ടാകും. അതുപോലെ സാമ്പത്തിക തകർച്ച, ഏത് സാമ്പത്തിക തകർച്ച ഉള്ളവർ രക്ഷപ്പെടും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ദേവി നൽകുമെന്നുള്ളതാണ്. മാത്രമല്ല, ഈ തട്ടിപ്പിലും വെട്ടിപ്പിലും സാമ്പത്തിക തട്ടിപ്പിലും ഒക്കെ പോയി ചാടുന്നവരും അതിൽ ചാടാതെ ദേവി രക്ഷപ്പെടുത്തും. പലരും ഉണ്ടല്ലോ, ഗൾഫിന് പോകാൻ അവിടെ പൈസ കൊടുത്ത് ഇവിടെ പൈസ കൊടുത്ത് പൈസ പോയി, പൈസ കിട്ടുന്നില്ല എന്ന് എത്രയോ ആളുകളെ പറയുന്നവരുടെ അനുഭവങ്ങൾ. ഈ ആപത്തുകളിൽ തട്ടിപ്പുകളിൽ പോയി ചാടാതിരിക്കുക. അതിന് ദേവി നമ്മളെ സംരക്ഷിക്കും. നമ്മുടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ ദേവി നമ്മളെ സംരക്ഷിക്കും. മാത്രമല്ല, ഇനിയാണ് മെയിൻ സംഭവത്തിലേക്ക് വരുന്നത്. നമ്മൾ സിമ്പിളായിട്ട് തുടങ്ങും. വീഡിയോ അവസാനിക്കുന്നത് മഹാരഹസ്യങ്ങളിലായിരിക്കും. ഞായറാഴ്ച ഇതുപോലെ ദേവിക്ക് ശർക്കര സമർപ്പിച്ചാൽ രാഹു പ്രീതി ഉണ്ടാകും. രാഹു ദോഷങ്ങൾ മാറിക്കിട്ടും. രാഹു ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കേതു ദോഷങ്ങൾ തന്നെ പോലെ തന്നെ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നതാണ്.
അതായത് തെറ്റായ റിലേഷൻസ്, തെറ്റായ കൂട്ടുകെട്ടുകള്, ലഹരിയെ, തെറ്റായ കാര്യങ്ങൾ ചെയ്യുക, എന്ത് നശിക്കണോ അതിന്റെ പുറകെ മാത്രം പോവുക, ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. അങ്ങനെ വലിയ സാമ്പത്തിക തകർച്ച രാഹു പിഴച്ച് ജാതകത്തിൽ നിൽക്കുന്നവർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഹസ്തരേഖയിൽ രാഹു ലൈൻ ഉള്ളവർക്ക് കണ്ടിട്ടുണ്ട്. സംഖ്യാ ജ്യോതിഷത്തിൽ രാഹുവിനെ പ്രതിനിധീകരിക്കുന്ന സംഖ്യയുടെ ചില കളികളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സാമ്പത്തിക തകർച്ച വലിയ ഉണ്ടായവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ രാഹു ദോഷങ്ങൾ മാറിക്കിട്ടും. രാഹു ദോഷങ്ങൾ മാറിയാൽ തന്നെ ജീവിതത്തിൽ രക്ഷപ്പെട്ടു. പിന്നെ സൂര്യപ്രീതി ഉണ്ടാകും. ശ്രദ്ധിച്ചു കേട്ടോണം. സൂര്യപ്രീതിക്ക് വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. ഞാൻ ഇപ്പൊ ഒരു ജാതകത്തിലെ സൂര്യന്റെ സ്ഥിതി കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. സൂര്യന്റെ ഒരു രാശിയിലെ സ്ഥിതി കൊണ്ട് തന്നെ നമുക്ക് ആ വ്യക്തിയുടെ പല കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. അതിന് ഒരു ഗ്രന്ഥമുണ്ട് അതിനെക്കുറിച്ചുള്ള. ഞാൻ ആ ഗ്രന്ഥങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രൊഫസർ മുത്തുസ്വാമിയുടെ ഒരു ഗ്രന്ഥമുണ്ട്. അതിൻ്റെ അകത്ത് സൂര്യനെ കൊണ്ട് തന്നെ ഒരു ജാതകത്തിലെ എല്ലാ കാര്യങ്ങളും, തൊഴിലായിക്കോട്ടെ, അയാളുടെ സ്വഭാവമായിക്കോട്ടെ, അയാൾക്ക് രക്ഷപ്പെടാനുള്ള വഴി ആയിക്കോട്ടെ, അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം പറയാൻ പറ്റും സൂര്യനെ കൊണ്ട് മാത്രം. അപ്പൊ ഞാൻ പറഞ്ഞ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യന്റെ പ്രാധാന്യമാണ്. അപ്പൊ ഈ സൂര്യനെ മാത്രമല്ല നമ്മൾ ആശ്രയിക്കുന്നത്, നമ്മളെല്ലാ ഗ്രഹങ്ങളെ നോക്കിയെങ്കിലും സൂര്യന്റെ ഒരു പ്രാധാന്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരാളുടെ ജാതകത്തിൽ സൂര്യൻ ശരിയായിട്ടല്ല നിൽക്കുന്നതെങ്കിൽ, അല്ലെ ഒരാളുടെ കൈരേഖയിൽ സൂര്യമണ്ഡലം മോതിരവിരലിന് താഴെയുള്ള ഭാഗത്ത് ഒരു ഗുണനച്ചിഹ്നം ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്താലും ജീവിതത്തിൽ തകർച്ചയുണ്ടാകും. എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. അവരവർ ജനിച്ച സമയവും ഈശ്വരാദിനും ഒക്കെ വെച്ച് അതിൽ മാറ്റം വരാം. പക്ഷെ ചിലർക്കെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, സ്ത്രീകളുടെ ഇടത് കൈ മോതിരവിരലിന് താഴെ, പുരുഷന്മാരുടെ വലത് കൈ മോതിരവിരലിന് താഴെ ഗുണനച്ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ ഈ മോതിരവിരലിന് താഴെയുള്ള ഭാഗമാണ് സൂര്യമണ്ഡലം. ഗുണനച്ചിഹ്നം ക്രോസ് കണ്ടു കഴിഞ്ഞാൽ പല കാര്യങ്ങളും തകർച്ച ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. എന്നുവെച്ചാൽ അങ്ങനെ ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഈശ്വരാധീനവും ഒക്കെ ഉണ്ട്, അതൊക്കെ മാറിക്കിട്ടും. പക്ഷേ എങ്കിലും ചിലർക്കെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടത്. അപ്പോൾ ജാതകത്തിലാണെങ്കിലും സൂര്യൻ പിഴച്ചു തന്നു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സൂര്യൻ പിതൃകാരകനാണ്. മാത്രമല്ല സൂര്യൻ പ്രാണന്റെ ഒരു കാരകനാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഒരു ചൈതന്യം കൊടുക്കുന്ന സൂര്യനാണ്. അതുകൊണ്ടാണ് സൂര്യൻ ആത്മകാരകനാണ്. സൂര്യന് ബലമില്ല, ധൈര്യമില്ല, ആത്മവിശ്വാസമില്ല. ഒരു ധൈര്യവും ആത്മവിശ്വാസവും ഇല്ലാത്ത ഒരാളെ കൊണ്ട് എന്തുണ്ടെന്ന് പറഞ്ഞാലും അവൻ ജീവിതത്തിൽ പരാജയമാണ്. ജീവിക്കാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും ഇല്ലെങ്കിൽ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും പരാജയമാണ്. സൂര്യന്റെ സ്ഥിതി വളരെ പ്രാധാന്യമാണ്. പിതൃപ്രീതി, സൂര്യൻ നല്ലതായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിതൃപ്രീതി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പിതൃക്കളെ ചിന്തിക്കാം. അപ്പൊ ഈ സൂര്യന്റെ ദോഷങ്ങൾ മാറിക്കിട്ടും ഞായറാഴ്ച ദേവിക്ക് ശർക്കര സമർപ്പിച്ചാൽ. ശ്രദ്ധിച്ചു കേട്ടോണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചെറുതായിട്ട് സിമ്പിളായിട്ട് തുടങ്ങി വലിയ കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. സൂര്യപ്രീതി ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ടാകും. ജീവിതത്തിൽ നമ്മളിപ്പോ സൂര്യനെ വണങ്ങുക, സൂര്യമന്ത്രം ജപിക്കുക, സൂര്യന് പൊങ്കാലയിടുക, വലിയ സമ്പത്ത് വന്നു ചേരും. ഇതിനെക്കുറിച്ചൊക്കെ പഴയ വീഡിയോ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആത്മീയതയിലായിക്കോട്ടെ സൂര്യന് പ്രധാനമാണ്. സൂര്യനെ വന്ദിക്കുക പ്രധാനമാണ്. അതുപോലെ നമ്മൾ ഗായത്രി, ആ സൂര്യന്റെ ആ ഒരു തേജസ്സിനെ, ആ ഗായത്രി മന്ത്രം, ഓം ഭൂർ ഭുവസ്വ തുടങ്ങുന്ന ഗായത്രി മന്ത്രം, അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ജപിക്കുന്ന പാവങ്ങൾ മാറാൻ ഏറ്റവും നല്ലതാണ്. ജീവിതത്തിൽ ആ ദൈവാധീനം ഉണ്ടാകാൻ നല്ലതാണ്. ഇപ്പൊ സൂര്യനെ കൊണ്ട് നിരവധി കാര്യങ്ങളുണ്ട്. വിസ്താര ഭയത്താൽ ഞാൻ ചുരുക്കുന്നു. കാരണം അതുപോലെ കാര്യങ്ങളുണ്ട്. അപ്പൊ സൂര്യപ്രീതി ഉണ്ടാകും, പിതൃപ്രീതി ഉണ്ടാകും. പിതൃപ്രീതി ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും വിജയിക്കാൻ പറ്റും. തൊടുന്നതെല്ലാം വിജയമായിരിക്കും. അതായത് നല്ല കുടുംബം, നല്ല വീട്, നല്ല സാമ്പത്തികം, നല്ല മക്കള്, ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി, എവരിതിങ് സൂര്യപ്രീതി കൊണ്ട് ഉണ്ടായി വരും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പൊ സൂര്യപ്രീതി ഉണ്ടാകും. ഞായറാഴ്ച ദേവിക്ക് ശർക്കര സമർപ്പിച്ചാൽ 1/2 കിലോ ശർക്കര, അത് ഞാനൊരു കണക്ക് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെ ഇഷ്ടം പോലെ വെക്കാം. മലയാള മാസം അവസാനത്തെ ഞായറാഴ്ച രാവിലെ വൈകിട്ടോ വെക്കാം. അത് ഒന്നുകിൽ നിങ്ങൾ അടുത്തുള്ള ദേവീ ക്ഷേത്രം അല്ലെ ഭദ്രകാളി ക്ഷേത്രം ഏറ്റവും അടുത്തുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബദേവതാ ക്ഷേത്രം. കുടുംബദേവതയെ അറിയാമെങ്കിൽ അവിടെ ചെയ്താൽ വിശേഷ ഫലമാണ്. ഇനി കുടുംബദേവതയെ അറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രമോ ദേവീ ക്ഷേത്രത്തിലോ ചെയ്യാം. മലയാള മാസം അവസാനത്തെ ഞായറാഴ്ച രാവിലെ വൈകിട്ടോ ചെയ്യാം. ഇനിയും ദൃഷ്ടിദോഷങ്ങൾ മാറിക്കിട്ടും. ഇതുപോലെ ഞായറാഴ്ച ശർക്കര ദേവിക്ക് സമർപ്പിച്ചാൽ ഈ ദൃഷ്ടിദോഷം വലിയൊരു ദോഷമാണ് കേട്ടോ. കാരണം അതങ്ങനെ ഒരു സംഭവം ഉണ്ട്. നമ്മളത് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. ഒരു കൂട്ടം ആളുകൾ ഒരു വ്യക്തിയെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പം നമ്മുടെ മനസ്സ് ദുർബലമാണെങ്കിലേ ഏക്കത്തുള്ളൂ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തടസ്സം ഉണ്ടാവും.
എന്തെടുത്താലും നമുക്കൊരു ഒന്നും ചെയ്യാൻ തോന്നത്തില്ല. ദൃഷ്ടിദോഷങ്ങൾ മാറിക്കിട്ടും, തൊഴിൽ പരാജയങ്ങൾ മാറും, ബിസിനസ് ചെയ്യുന്നവർക്ക് ഉയർച്ച ഉണ്ടാകും. ഇനി ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും വലിയ ഉയർച്ച ഉണ്ടാകും. ഇപ്പൊ നിങ്ങളൊരു കടയിൽ നിൽക്കുന്നു, അല്ലെ നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ്, അല്ലെ നിങ്ങളൊരു ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, വക്കീലാണ്, അല്ലെ രാഷ്ട്രീയക്കാരനാണ്, അല്ലെ ഒരു കലാകാരനാണ്, ഏത് മേഖല ആയിക്കോട്ടെ, തൊഴിലിൽ നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ തൊഴിൽ ഉയർച്ചയാകും. നിങ്ങൾക്ക് തൊഴിൽ വഴി വളരെ അഭിവൃദ്ധി ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ വ്യക്തി ജീവിതത്തിലും വളരെ ഉയർച്ച ഉണ്ടാകും. നിങ്ങളുടെ ജീവിതം തന്നെ വേറെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നിങ്ങളുടെ ജീവിത നിലവാരം ഉയരും. ജീവിതം ഭയങ്കരമായിട്ട് മാറും. നിങ്ങൾക്ക് നല്ല വീട്, നല്ല ഉയർച്ച, സമ്പത്ത്, സമൂഹത്തിൽ മാന്യത, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഞായറാഴ്ച ദേവിക്ക് ശർക്കര സമർപ്പിക്കുന്നതുകൊണ്ടുള്ള ഫലം. മനസ്സിലായോ? ദേവിക്ക് ശർക്കര സമർപ്പിക്കുന്നതുകൊണ്ട്. അപ്പൊ ഇത് ഏറ്റവും നല്ല കാര്യമാണ്, ലളിതമായ കാര്യമാണ്. നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ശത്രുദോഷം മാറും, അങ്ങനെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഏത് തരത്തിലുള്ള ശത്രുദോഷങ്ങളും മാറിക്കിട്ടും. ഭയം, മനസ്സിലെ ഭയം മാറും. അതുപോലെ ഐശ്വര്യം വന്നു ചേരും, വളരെ വലിയ ഐശ്വര്യം വന്നു ചേരും. അഭീഷ്ടസിദ്ധി, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടും. തടസ്സങ്ങൾ മാറും, ജോലി തടസ്സം മാറും, വിവാഹ തടസ്സം മാറും, സമ്പത്തുണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും എന്ന് വേണ്ട എല്ലാവിധ അഭിവൃദ്ധികളും ഉണ്ടാകും. ഇത് ചെയ്യുമ്പം ദേവിയെ അതുപോലെ കരഞ്ഞ് പ്രാർത്ഥിക്കണം, മനസ്സ് ദേവി ചെല്ലണം. അല്ലാതെ ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മളൊരു ചുമ്മാ പോയി പ്രാർത്ഥിച്ച് നടക്കട്ടെ എന്ന് പറഞ്ഞ് ശർക്കര വെച്ചിട്ട് പോന്നാൽ അതുപോലെ ഇരിക്കും. ദേവിയോട് അതുപോലെ വിശ്വസിക്കണം, കരഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് മലയാള മാസം അവസാനത്തെ ഞായറാഴ്ച വീതം, മാസത്തിൽ 1 വീതം ആവർത്തിക്കുക. അച്ചട്ടാണ് ഈ മലയാള മാസം അവസാനത്തെ ഞായറാഴ്ചയ്ക്ക് ചില പ്രത്യേകത ഉണ്ട് കേട്ടോ. അത് മനസ്സിലാക്കി ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് ഞാനീ പറഞ്ഞു തരുന്ന പോലെ ഒരിടത്തും ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. കാരണം ഞാൻ ആ ശിവബോധത്തിൽ ലയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒന്നും ആഗ്രഹിച്ചല്ല ഈ പറയുന്നത്. എനിക്ക് ഒന്നിനോടും ആഗ്രഹമില്ല. ആ ഭഗവാനെ ലയിച്ച ഇത് പറഞ്ഞു തരുന്നത്. ന പുണ്യം ന പാപം ന കർമ്മം ന അകർമ്മം ന ജന്മം ന മൃത്യും ന മോക്ഷം ചിദാനന്ദ രൂപം ശിവോഹം ജഗത് സർവം ശിവോഹം ഓം ശിവോഹം. ഇതിനൊക്കെ ഒരുപാട് അർത്ഥമുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറത്ത് ചില തലങ്ങളുണ്ട്, ചില ഡയമെൻഷനുകളുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറത്ത് ചില തലങ്ങളുണ്ട് ഈ ശിവോഹം. ഇതിനൊക്കെ നമുക്കെല്ലാം പറയാൻ പറ്റത്തില്ലല്ലോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു വ്യക്തിക്ക് ശനി സ്വാധീനം ഉണ്ടെങ്കിൽ, ഞാനീ പറയുന്ന ഒരു രഹസ്യ മന്ത്രം ജപിച്ചാൽ ശനി ഭഗവാൻ ആ വ്യക്തിയെ കോടീശ്വരനാക്കും. ശനിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ശനി അനുഗ്രഹിച്ചാൽ കോടീശ്വരനാകും. ശനി ഇടഞ്ഞാൽ അവനെ പിച്ചക്കാരനാക്കാനും പറ്റും. അപ്പൊ ഈ വലിയ ബിസിനസ്സുകാർ പലരും ശനിപ്രീതി വരുത്തുന്നവരാണ്. വടക്കേന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ശനീശ്വരൻ അനുഗ്രഹിച്ചാൽ കോടീശ്വരനാകും. അവന്റെ മുതൽ ആരും അടിച്ചുകൊണ്ട് പോകത്തുമില്ല. ശനി അനുഗ്രഹിച്ചാൽ അവനെ ആരും പറ്റിക്കത്തുമില്ല. അതാണ് ശനീശ്വരന്റെ ഒരു രഹസ്യം. ശനി അവനെ എതിരായാൽ പിച്ചക്കാരനാക്കാനും ശനിക്ക് പറ്റും. അപ്പൊ ശനി സ്വാധീനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു രഹസ്യ മന്ത്രം ജപിക്കുക. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇന്ന് പറയണോ, ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയണോ എന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് വിശദമായിട്ട്. ഒരു കാര്യം ചെയ്യാം, അടുത്ത വീഡിയോയിൽ പറയാം വിശദമായിട്ട്. കാരണം അത് കുറെ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, സാറേ ഒരുപാട് കടമാണ്. എന്നാൽ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്തവർ അതുപോലെ സാമ്പത്തികം ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് ഒരുപാട് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾ എത്ര കടമുണ്ടെങ്കിലും നിങ്ങൾ ആദ്യം വിശ്വസിക്കുക, നിങ്ങളെ കൊണ്ട് വീട്ടാൻ പറ്റുമെന്ന്. ഉറപ്പായിട്ടും പറ്റും. പിന്നെ നിങ്ങൾ ദൈവാധീനമായി വിളിക്കുന്ന ദേവതയെ മനസ്സറിഞ്ഞ് വിളിക്കുക, വിശ്വാസത്തോടെ വിളിക്കുക. ആ ദേവതയ്ക്ക് നമ്മുടെ ജീവിതം മാറ്റാൻ ശക്തി ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുക. 3, ബുധനും ഞായറും നാഗരാജാവിന് നെയ്വിളക്ക് തെളിയിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാനീ ചെയ്ത് കർണാടക വരെ ഉള്ള ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിലെ ഉള്ള ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. അത് കൂടാതെ എത്രയോ മറ്റു സ്റ്റേറ്റുകളിൽ ഉള്ളവരും ഈ കാര്യങ്ങൾ ചെയ്ത് സമ്പത്തുണ്ടായവരുണ്ട്. ബുധനും ഞായറും രാവിലെ നാഗരാജാവിന് നെയ്വിളക്ക് തെളിയിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുക. അത് നിങ്ങളൊന്ന് നാഗക്ഷേത്രത്തിൽ പോവാം, അല്ലെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ
ഈ നാഗരാജാവിന്റെ പടിക്കെട്ടിന് വെളിയിൽ ആ ക്ഷേത്രത്തിൽ അനുവദിക്കുമെങ്കിലേ ചെയ്യാവുള്ളൂ. ചിലയിടത്തൊക്കെ ചെയ്യാൻ, ചിലയിടത്ത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്താണേലും ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ അതിന്റെ ആചാര നിഷ്ഠ നമ്മൾ അനുസരിക്കണം. ചില ക്ഷേത്രത്തിൽ ചെയ്യാം, ചിലത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. ചെയ്യാൻ പറ്റുന്നതിനുവാണെങ്കിൽ ആ പടിക്കെട്ടിന് വെളിയിൽ ഒരു മഞ്ചരാതിനകത്ത് നെയ്യ് ഒഴിച്ച് കത്തിച്ച് നാഗരാജാവിനോട് സാമ്പത്തികം ആവശ്യപ്പെടുക. ഇനി അത് പറ്റാത്തതുവാണെങ്കിൽ നാഗക്ഷേത്രത്തിൽ പോവുക. മണ്ണാറശാല ഇഷ്ടംപോലെ നാഗക്ഷേത്രങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ബുധനും ഞായറും നെയ്വിളക്ക് രാവിലെ തെളിയിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ ഇത് ആവർത്തിച്ചവരെല്ലാം നാഗരാജാവ് വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നും ഞാൻ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ എന്നെ അവിടെ വെച്ച് കണ്ട ഒരു വ്യക്തി പറഞ്ഞു, അദ്ദേഹം കോയമ്പത്തൂരാണ്, കോയമ്പത്തൂർ. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ ആ കാര്യം ചെയ്ത് നല്ല സാമ്പത്തികം, നല്ല മാറ്റം ഉണ്ടായി. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു, ഓം നർപ്പവി എന്ന് ജപിച്ചു. കാരണം അതുപോലെ അദ്ദേഹത്തിന് അത് ഗുണപ്പെട്ടു. അപ്പൊ ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ അത്രയും ഫലമുണ്ടായി എന്ന് സന്തോഷത്തോടെ പറയുമ്പം അത് ഈശ്വരനാ, അത് ഈശ്വരനാ. ഞാനൊരു കാരണം മാത്രമാണ്. ആ സന്തോഷത്തിൽ ഞാൻ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് ഓം നർപ്പവി എന്ന് ജപിച്ചു. അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അതൊക്കെ ഒരു സന്തോഷമാണ്. അത് ബുധനും ഞായറും ഞാൻ എത്രയോ വീഡിയോകളിൽ പറയുന്നു. ബുധനും ഞായറും നിങ്ങൾ രാവിലെ നാഗക്ഷേത്രത്തിൽ എവിടാന്ന് വെച്ചാൽ പോയി പറ്റുന്നിടത്ത് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. അച്ചട്ടാ ഫലം. നാഗരാജാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ചെയ്യുന്നവർ ഒരിക്കലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകത്തില്ല. ഏത് കണ്ടശനി പിടിച്ചാലും ഏഴര ശനി പിടിച്ചാലും ഏത് തരത്തിലുള്ള ജാതകദോഷങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരത്തില്ല. ഇങ്ങനെ ചെയ്യുന്ന ബിസിനസ്സുകാരൊന്നും ഒരിക്കലും ഒരു പ്രതിസന്ധിയും അവർക്കുണ്ടാകത്തില്ല. ബിസിനസ്സുകാരും ഉണ്ട്, നമ്മുടെ വീഡിയോ കണ്ട് ചെയ്യുന്നവർ, സാധാരണ ജോലി ചെയ്യുന്നവരും ഉണ്ട്, ഇപ്പം എല്ലാ തരത്തിൽ ജോലി ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പൊ ഇതെല്ലാം എല്ലാവർക്കും ഫലമാത്. നിങ്ങളല്ല കടമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. അത് വീട്ടാൻ വേണ്ടി പരിശ്രമിക്കണം. നമ്മൾ വിചാരിച്ചാൽ അത് പറ്റും, സംശയം വേണ്ട. കാരണം നമുക്ക് അതിനുള്ള കഴിവ് ഈശ്വരൻ തന്നിട്ടുണ്ട്. കടം നമ്മളായിട്ട് ഉണ്ടാക്കിയെങ്കിൽ നമ്മളായിട്ട് വീട്ടാനും പറ്റും. അതിന് നമുക്ക് പറ്റും. നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്ന് മാത്രം. പിന്നെ ഈശ്വരാധീനത്തിന് വേണ്ടി ഈ പറഞ്ഞ നാഗരാജാവിന് ബുധനും ഞായറും നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. പിന്നെ പരിശ്രമിക്കുക, നന്നായിട്ട് പരിശ്രമിക്കുക. ജീവിതത്തിൽ എല്ലാ അഭിവൃദ്ധികളും ഉണ്ടായി വരും, എല്ലാ അഭിവൃദ്ധികളും ഉണ്ടായി വരും. ഇത് ആർക്കും ചെയ്യാം. ഒരു പ്രൊഫഷണൽ ആയിക്കോട്ടെ, ഒരു വക്കീലായിക്കോട്ടെ, ഇത് ചെയ്യുന്നു, അദ്ദേഹത്തിന് ഇഷ്ടംപോലെ വർക്ക് കിട്ടും. ഒരു ഡോക്ടർ ആയിക്കോട്ടെ, അദ്ദേഹത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ പേഷ്യൻറ്റും, അല്ലെങ്കിൽ അദ്ദേഹത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ഡിമാൻഡും ഉള്ളത്. അല്ലെങ്കിൽ ഒരു കലാകാരനായിക്കോട്ടെ, ഇഷ്ടംപോലെ വർക്കുകൾ വരും. ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും, ഞാൻ ഉദാഹരണം 2-3 മേഖല പറഞ്ഞതേ ഉള്ളൂ. ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും, ബിസിനസ് ആയിക്കോട്ടെ, സ്വന്തമായിട്ട് തൊഴിലായിക്കോട്ടെ, ഒരു കടയിൽ നിൽക്കുന്നതായിക്കോട്ടെ, പുതിയ പുതിയ ജീവിത മാർഗങ്ങൾ കിട്ടും, വരുമാനത്തിനുള്ള മാർഗങ്ങൾ കിട്ടും, വഴി കിട്ടും. നാഗരാജാവ് സത്യമുള്ളതാണ്. പിന്നെ നിങ്ങൾ സന്തോഷം കൊണ്ട് ഇടയ്ക്ക് അദ്ദേഹം നാഗരാജന് ഒരു പാൽപ്പായസം കൂടെ കൊടുക്കണം. ഇടയ്ക്ക് നമ്മുടെ ഒരു സന്തോഷം, നന്ദിയും പറയണം. അപ്പോഴേ ഒരു മനുഷ്യനാകുന്നത്. നമ്മളൊരു നന്ദിയുള്ളവനായിരിക്കണം. ആരോടാണ്? ഈശ്വരനോട്, നമുക്കൊരു അനുഗ്രഹം തരുന്ന ദേവതയോട്. എന്നെ കണ്ട് മിണ്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈശ്വരനോട് നന്ദിയുള്ളവനായിരിക്കണം. നമ്മളെപ്പോഴും ഗുരുത്വമുള്ളവനായിരിക്കണം. ഒരു ദേവത നമ്മളെ അനുഗ്രഹിച്ച്, പുത്തങ്കാവിലമ്മ അനുഗ്രഹിച്ച്. ഞാൻ പലരോടും പറയണം, നിങ്ങൾ അമ്മയോട് നന്ദിയും കൂടെ പറ. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അപ്പോഴാണ് നമ്മളാകുന്നത്. ഞാനൊരു വഴി പറഞ്ഞു തന്നു, ഞാനൊരു ഗുരുസ്ഥാനത്താണ്, പക്ഷെ നിങ്ങൾ എന്നെ കണ്ട് മിണ്ടിയില്ലെങ്കിലും എനിക്ക് നിങ്ങളോട് പിണക്കമൊന്നുമില്ല. മനസ്സിലായിട്ട് ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഞാൻ ആ പരബ്രഹ്മമായ ആ ശിവോകത്തിൽ മനസ്സുകൊണ്ട് ലയിച്ചിരിക്കുന്ന ആളാണ്. എനിക്ക് അങ്ങനെ ആരോടും ഒരു വിരോധവും ഇല്ല. മിണ്ടിയാലുമില്ല, മിണ്ടിയില്ലേലുമില്ല. ആ ഒരു നിശ്ചലതയെ ധ്യാനിക്കുന്ന ആളാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ശനീശ്വരന്റെ അടുത്ത വീഡിയോ പറയാം, കാരണം കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. മനസ്സിലായില്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനത് മനസ്സിലാക്കി, ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത ആളുകൾ ഇന്ന് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, തൊഴിൽ ചെയ്ത്, ബിസിനസ് ചെയ്ത്. ശനീശ്വരന്റെ ചില രഹസ്യങ്ങളുണ്ട്. അത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്, പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. നമ്മൾ വിശദമായിട്ട് പറയുമ്പോൾ നിങ്ങൾക്കും അതൊരു പ്രയോജനം കിട്ടും. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.